വിലക്കപ്പെട്ട പ്രണയം ഭാഗം 52. അവൻ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ കാറ്റിൻ്റെ വേഗതയിലാണ് ആമി അവനെ വന്ന് പുണർന്നത്. പെട്ടെന്ന് ശക്തമായി അവൾ അവനിലേക്ക് വന്ന് ചേർന്നപ്പോൾ അവനൊന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയെങ്കിലും ഒരു കണക്കിന് ബാലൻസ് ചെയ്തു നിന്നു. അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരയുകയായിരുന്നു. ഈ നിമിഷം അവളെ അകറ്റി നിർത്തുന്നതിലും അവൾക്ക് വേണ്ടത് സാന്ത്വനമാണെന്ന് അവന് തോന്നി. അകറ്റി മാറ്റാൻ നോക്കാതെ എബി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ തലയിൽ ഒന്ന് തലോടി കൊടുത്തു. കുറച്ചു സമയം അവൾ കരയട്ടെ എന്ന് തന്നെ അവൻ കരുതി. കാരണം അവളുടെ ഉള്ളിൽ ഇന്നോളമുള്ള സങ്കടങ്ങളെല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിനെല്ലാം ചെറിയ രീതിയിലെങ്കിലും ഒരാശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി. ഇത്രയും നാള് അവൾ തന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ പോലും ഒരു തുള്ളി കണ്ണുനീര് പോലും അവൾ തൻ്റെ കണ്ണിൽ നിന്ന് പൊഴിച്ചു കണ്ടിട്ടില്ല. ഇത്രയും നാളും ആ സങ്കടങ്ങളെല്ലാം അവൾ ഉള്ളിൽ തന്നെ കുമിഞ്ഞു കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ സങ്കടങ്ങളുടെ ഭാരമെല്ലാം അവൾ ഇന്ന് ഇറക്കി വെക്കട്ടെ എന്ന് തന്നെ കരുതി അവൻ. അവളെ ചേർത്ത് പിടിച്ച് തലയിലങ്ങനെ തലോടി കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടും അവൾ കരച്ചിൽ നിർത്താനുള്ള ഭാവമില്ല എന്ന് കണ്ടതും അവൻ പതിയെ അവളെ വിളിച്ചു. എടോ മതി, ഇനിയും കരഞ്ഞാൽ വല്ല അസുഖവും വരും. എബി അവളെ തന്നിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും വീണ്ടും അതിലും വേഗത്തിൽ അവൾ അവനിലേക്ക് ചേരുകയാണ് ചെയ്തത്. ശിവ മതി, ഇനിയും കരഞ്ഞാൽ ചിലപ്പോൾ ഋഷി പറഞ്ഞതുപോലെ ഞാൻ ചൂലെടുത്തടിക്കും നിന്നെ. അവൻ്റെ ശകാരത്തോടെയുള്ള ശബ്ദത്തിൽ അവളൊന്ന് പേടിച്ചു. അത് കേട്ടതും അവളുടെ കരച്ചിലിൻ്റെ ആക്കം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. മതി കരഞ്ഞത്. അവൻ അവളെ ഷോൾഡറിൽ പിടിച്ച് തന്നിൽ നിന്ന് അകത്തി നിർത്തിക്കൊണ്ട് പറഞ്ഞു. അവരെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് താൻ കരയുന്നത് കാണാൻ വേണ്ടിയല്ല, മറിച്ച് താൻ സന്തോഷമായിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് മുഴുവൻ കണ്ണീർ പരമ്പര പോലെയുണ്ട്. ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ അവൾ വീണ്ടും വിങ്ങിപ്പൊട്ടി. ദാ വീണ്ടും. താൻ കരച്ചിലൊക്കെ നിർത്തി വേഗം പോയി ഫ്രഷായിട്ട് ഇറങ്ങ്. ഇപ്പോൾ തന്നെ ഇറങ്ങിയാലേ വൈകുന്നേരത്തിന് മുൻപേ അവിടെ എത്തുള്ളൂ. അവളുടെ മുഖം കൈ ഉപയോഗിച്ച് തുടച്ചു കൊടുത്തുകൊണ്ടാണ് എബി പറഞ്ഞത്. അത് പറഞ്ഞ് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആമി റെഡിയാകാനായി കയറി. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഒരു ചെറിയ ബാഗിലാക്കി എടുത്തുകൊണ്ടാണ് രണ്ടുപേരും ഇറങ്ങിയത്. ബാക്കിയെല്ലാം നാളെ തിരിച്ചു പോകുന്ന വഴിക്കെടുക്കാം എന്ന് കരുതി. അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ മുത്തശ്ശിയോട് വിളിച്ച് ഇന്ന് വരില്ല, നാളെ ഉച്ചയാകുമ്പോൾ എത്തുള്ളൂ എന്ന് പറയാനും ആമി മറന്നില്ല. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ രണ്ടുപേരും വീടിൻ്റെ മുന്നിലെത്തി. ഇന്നലെ ഞാൻ തന്നെ എറണാകുളം മുഴുവൻ കാണിച്ചു തന്നതുപോലെ ഇന്ന് എന്നെ ഇവിടെയൊക്കെ കൊണ്ടു നടന്ന് കാണിച്ചു തരണം കേട്ടോ. ഡൺ. എബി പറഞ്ഞതും ആമി അത് സമ്മതിച്ചുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് കയറി. എല്ലാവരും ചേർന്ന് തന്നെയാണ് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചത്. ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കാതെയാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് നേരെ രണ്ടുപേരെയും ഇരുത്തിയത്. ആമി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കിയെങ്കിലും അവർ സമ്മതിച്ചില്ല. പക്ഷേ എബി അതൊന്നും മൈൻഡ് ചെയ്യാതെ പറയാൻ കാത്തിരുന്നത് പോലെ ഡൈനിങ് ടേബിളിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. ആമി അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ടാണ് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും ആമിയുടെ ശ്രദ്ധ ചെറുതായി എബിയുടെ നേർക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരോടും അവൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ശരിക്ക് മുൻപ് പരിചയമുള്ളവരെ പോലെ തന്നെ. അവരെല്ലാവരും തന്നേക്കാൾ കൂടുതൽ എബിയോടാണ് സംസാരിക്കുന്നതെന്നും അവൾ ശ്രദ്ധിച്ചിരുന്നു. ഋഷി പിന്നെ ഇപ്പോഴും ആമിയോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അവൻ എബിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട്. എന്തൊക്കെയോ സംശയങ്ങൾ ആമിയുടെ ഉള്ളിൽ അന്നേരം തോന്നാൻ തുടങ്ങിയിരുന്നു. മാത്രമല്ല ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഡിഷുകൾ. ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ടെത്തുന്ന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം കടയിൽ നിന്ന് വാങ്ങിയതുമല്ല. കാരണം ലതാമ്മയുടെ കൈപ്പുണ്യം എങ്ങനെയാണെന്നും ഭക്ഷണങ്ങളുടെ സ്വാദ് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് തനിക്ക് അറിയാവുന്നതാണ്. ആമിയുടെ കണ്ണുകൾ ഒരു നിമിഷം സംശയത്തോടെ എല്ലാവരുടെയും മേലും പതിഞ്ഞു. മോളെ കറിയൊക്കെ എടുത്ത് കഴിക്ക്. ദാ എൻ്റെ കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കരിമീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. അവളുടെ നോട്ടം തെറ്റിക്കാൻ വിധമാകണം. ലതാമ്മ വേഗം തന്നെ ഒരു കരിമീൻ വറുത്തത് അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു. ആമി ഒന്ന് തലയാട്ടിക്കൊണ്ട് അതെല്ലാം കഴിച്ചു. യാത്രയൊക്കെ കഴിഞ്ഞു വന്ന് ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞതും എബിക്ക് നല്ല രീതിയിൽ ക്ഷീണം തോന്നാൻ തുടങ്ങിയിരുന്നു. എനിക്കൊന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ഗിവ് സം സ്പേസ് ടു റെസ്റ്റ്? എബി ചോദിച്ചതും ഋഷി മുന്നിലേക്ക് വന്നു. ദാ ആ മുറിയിൽ കിടന്നോ എബി എന്ന് പറഞ്ഞ് ഋഷി ചൂണ്ടിയ മുറിയിലേക്ക് എബി ആമിയെ ഒന്ന് നോക്കിക്കൊണ്ട് കയറിപ്പോയി. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നിലായി തന്നെ ആമിയും. രണ്ടുപേരും ഒരു മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും എല്ലാവരും അവരെ സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ ആമി അവൻ്റെ മുറിയിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ ക്ഷീണം തോന്നിയത് കൊണ്ട് തന്നെ എബി പിന്നിലേക്ക് നോക്കാതെ നേരെ കട്ടിലിലേക്ക് വന്ന് കിടക്കുകയാണ് ചെയ്തത്. പിന്നാലെ കയറി വരുന്ന ആമിയെ അവൻ കണ്ടതുപോലുമില്ല. മുറിയിലേക്ക് കയറി ആമി ഡോർ അടച്ചു. ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് കട്ടിലിലേക്ക് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീണവൻ പെട്ടെന്ന് ഞെട്ടലോടെ എഴുന്നേറ്റത്. അവൻ എഴുന്നേറ്റ് നിന്നതും ആമി അവൻ്റെ മുന്നിൽ രണ്ട് കൈയും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് നിന്നു. എന്താ
ഗൗരവത്തോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവൾക്ക് നേരെ അവൻ ചോദ്യം ഉന്നയിച്ചു. അത് തന്നെയാ എനിക്കും അങ്ങോട്ടും ചോദിക്കാനുള്ളത്. എന്താ ഇതൊക്കെ? ഏതൊക്കെ? ഇതൊക്കെ തന്നെ. ഏതൊക്കെ തന്നെയെന്ന് നീ ഇതെന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നു. ഞാനൊന്ന് കിടക്കട്ടെ. എബി വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. എഴുന്നേറ്റേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നിട്ടും എബി അനങ്ങിയില്ല. അവള് വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞും വിളിച്ചുമൊക്കെ നോക്കി. എന്നിട്ടും അവൻ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും അവളുടെ മനസ്സിൽ എടാ തെണ്ടി എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞ് അവനെ വിളിക്കണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ എഴുന്നേൽക്കാതെ മനഃപൂർവ്വം അങ്ങനെ തന്നെ കിടക്കുവാണ്. പെട്ടെന്ന് ആമിയുടെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു. ഇച്ചായ എന്ന് വിളിച്ച് അവൾ അവനെ ഒന്ന് തോണ്ടി. കണ്ണടച്ച് കിടക്കുകയായിരുന്ന എബിയുടെ കൃഷ്ണമണി അങ്ങനെ വിളിച്ചപ്പോൾ അനങ്ങുന്നത് ആമി ശ്രദ്ധിച്ചിരുന്നു. ഇച്ചായ എഴുന്നേൽക്ക്. ആമി അവനെ വീണ്ടും കുലുക്കി വിളിച്ചു. ഇത്തവണ താൻ കേട്ടത് തന്നെയാണ് അവൾ വിളിച്ചത് എന്നവന് ബോധ്യമായി. ഞെട്ടലോടെ അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്താ വിളിച്ചത്? ഇച്ചായാന്ന്. ആമി അത് പറഞ്ഞ് അവനെ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചു. അവൾ തന്നെ കളിയാക്കി വിളിച്ചതാണെന്ന് അവന് മനസ്സിലായി. കൂടുതൽ ഉണ്ടാക്കല്ലേ, അവൻ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് അവൾ അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. ദേ, മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞു. ഇല്ലെങ്കിൽ തൻ്റെ പവിത്രമായിട്ടുള്ള കഥ ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ഓ, ബ്ലാക്ക് മെയിൽ ആണോ? എബി അവളോട് ഗൗരവത്തോട് ചോദിച്ചു. ആണെന്ന് കൂട്ടിക്കോ. എങ്കിൽ അത് മോള് തൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, ഇങ്ങോട്ടെടുക്കണ്ട. പിന്നെ ഈ പവിത്രയുടെ കാര്യമൊക്കെ അമ്മാമ്മയ്ക്ക് പണ്ടേ അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നൊന്നും മോള് കരുതണ്ട കേട്ടോ. എബി പറഞ്ഞതും ആമി അവനെ ചുണ്ട് പിളർത്തി നോക്കി. ശരി, ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ആമി ഗൗരവത്തോടെ അവൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ചോദിക്ക്, എന്താ അറിയേണ്ടത്? നിങ്ങൾക്ക് ഋഷിയേട്ടനെയൊക്കെ നേരത്തെ അറിയുമായിരുന്നോ? ഇതാണോ ഇത്ര വലിയ കാര്യം? അതൊക്കെ ഞാൻ പറയാം. ഞാനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പോരെ? നല്ല ക്ഷീണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. മതി, എപ്പോഴായാലും പറഞ്ഞാൽ മതി. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ആമി തിരികെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നടന്നു. ഒന്നവിടെ നിന്നേ, എബി അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ആമി എന്താണെന്ന രീതിയിൽ അവനെ പുരികമുയർത്തി നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. നേരത്തെ എന്താ വിളിച്ചത്? എന്ത്? ഒന്നുകൂടെ വിളിക്ക്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അയ്യടാ, തൻ്റെ പെണ്ണുമ്പിള്ളയോട് പോയി പറയും. അവൻ്റെ നെഞ്ചിൽ പിടിച്ച് ഒന്ന് തള്ളിക്കൊണ്ട് ആമി തിരിഞ്ഞു നടന്നു. ആ സമയം രണ്ടുപേരുടെ ചുണ്ടിലും പുഞ്ചിരിയായിരുന്നു. ആ നിമിഷം പെട്ടെന്ന് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് അമ്മാമ്മ അന്ന് തന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു. നിനക്ക് അവളെ കിട്ടിക്കൂടേടാ? ആമി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഡൈനിങ് ടേബിളിൽ തന്നെ ലതാമ്മ ഇരിക്കുന്നുണ്ട്. കൂടെ തന്നെ ശ്രുതിയും ഉണ്ട്. അവർ രണ്ടുപേരും ആമിയെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. പക്ഷേ അവൾക്കതൊന്നും പ്രശ്നമായിരുന്നില്ല. അവൾ അവരുടെ അടുത്ത് വന്നിരുന്നു. ഇന്നിവിടെ എങ്ങനെ കറക്റ്റായിട്ട് കരിമീൻ വാങ്ങി ലതാമ്മേ? അവൾ അങ്ങനെ ചോദിച്ചതും ഒരു നിമിഷം ലതാമ്മ ഒന്ന് പതറി. അത് ഋഷിമോ വാങ്ങിക്കൊണ്ടുവന്നാണ്. കറക്റ്റായിട്ട് മോൾക്ക് കഴിക്കാനും പറ്റി. ലതാമ്മ പറഞ്ഞതും ആമി ഒന്ന് തലയാട്ടി കൊടുത്തു. പിന്നീട് അങ്ങോട്ട് 3 പേരും കൂടി ഇരുന്ന് സംസാരമായിരുന്നു. ഋഷി കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ട്. ആമി അവരുടെ കൂടെ ഇരുന്ന് ഇന്നോളം തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതിയോടും ലതാമ്മയോടും അവൾ കരയരുതെന്ന് തന്നെ തീർത്തു പറഞ്ഞു, സഹതപിക്കരുതെന്നു. പുഞ്ചിരിയോടെ എല്ലാം പറയുന്ന ആമിയെ ഒരു നോവോടെയായിരുന്നു അവർക്ക് നോക്കാൻ കഴിഞ്ഞത്. എല്ലാവരെയും ധിക്കരിച്ച് അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്തതുകൊണ്ടാവുമല്ലേ ലതാമ്മേ എനിക്ക് ഇങ്ങനെയൊക്കെ ആയത്? നൊമ്പരത്തോടെയുള്ള അവളുടെ ആ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കണമെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. അതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷേ എൻ്റെ മുത്തശ്ശി മരിച്ചിട്ട് പോലും എനിക്കൊന്ന് കാണാൻ വരാൻ പോലും പറ്റിയില്ല. അതോർത്താണ് എനിക്കിപ്പോൾ സങ്കടം. അത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകൾ വീണ്ടും വിതുമ്പിപ്പോയി. ഓർമ്മയിലേക്ക് മുത്തശ്ശിയുടെ കൂടെയുള്ള ഓരോ കാര്യങ്ങളും കടന്നു വന്നു. അതൊന്നും ഇനി ഓർക്കണ്ട ആമിക്കുട്ടി. ഇങ്ങനെയൊക്കെ ആയിത്തീരാനാകും വിധി. അമ്മ മരിച്ചപ്പോൾ നിന്നെ അറിയിക്കാൻ ഋഷി ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ആ സമയത്തൊക്കെ നീ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ട് ലത പറഞ്ഞതും ആമി ഒന്നും പറയാനാകാത്തതുപോലെ ഇരുന്നു പോയി. അമ്മ മരിച്ച് ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴാണ് നീ ഇങ്ങനെ ഒരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് വന്ന് നിന്നെ കാണാമെന്ന് കരുതിയെങ്കിലും അതിന് നിനക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഋഷിയാണ് വേണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഹോം നേഴ്സായിട്ട് നിൽക്കുന്ന വീട്ടിലെ പയ്യനുമായിട്ട് നിന്റെ വിവാഹം കഴിഞ്ഞു എന്നാണ്. പക്ഷേ ആ പയ്യൻ തളർന്നു കിടക്കുന്ന ഒരു രോഗിയാണെന്നറിഞ്ഞത് പിന്നീടാണ്. ലതാമ്മ പറഞ്ഞതും ആമി മൗനമായി ഇരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഞാൻ നിങ്ങളോട് ചെയ്തതിനുള്ള ശിക്ഷ അത്രയേ ഞാൻ കരുതിയുള്ളൂ. തെറ്റ് ചെയ്താൽ അതാരായാലും ശിക്ഷ ലഭിക്കണം, അത് തന്നെ.
ആമി തന്നെ സ്വയം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം നിന്റെ നേർക്ക് മാത്രം പറയാൻ പറ്റില്ലല്ലോ. തെറ്റ് ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഏട്ടൻ മരിച്ചപ്പോൾ അതിൽ നിന്ന് മോളൊക്കെ ശരിയായി വരുന്നതിന് മുന്നേ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ആയത്. മോളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഞങ്ങളെക്കൊണ്ടും പറ്റിയില്ല. അതും ഇങ്ങനെയൊക്കെ ആയതിലൊരു കാരണം തന്നെയാണ്. ലതാമ്മ പറഞ്ഞതും ആമി ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ടിരുന്നു. ഋഷിയുടെ കല്യാണം കഴിഞ്ഞതും കുഞ്ഞിൻ്റെ കാര്യങ്ങളുമൊക്കെ അവർ സംസാരിച്ചു. ഋഷിയുടെ കല്യാണം ഒരു അറേഞ്ച് മാരേജ് തന്നെയാണ്. പക്ഷേ ശ്രുതി അനാഥാലയത്തിൽ നിന്നുമാണ്. ആരും ഇല്ലാത്തൊരു പാവം ചേച്ചി. ആമിക്ക് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എബിനായിട്ട് മോള് വലിയ കൂട്ടാണല്ലേ. കുറച്ചു കഴിഞ്ഞതും ശ്രുതിയാണ് ആമിയോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഒരു നിമിഷം ആമി അവൻ്റെ കാര്യമൊന്ന് ഓർത്തു. അവളുടെ ചുണ്ടിൽ താൻ പോലും അറിയാതെ പുഞ്ചിരി ഒന്ന് പോയി. അത് കണ്ടതും ശ്രുതിയും ലതാമ്മയും അവളെ ശ്രദ്ധയോടെ നോക്കി. എൻ്റെ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്ത്, അതാണ് എനിക്കാള്. ആ 2 വരിയിൽ എബിയെ വർണ്ണിച്ചു തീർന്നിരുന്നു. അത് കേട്ടതും പിന്നെ അവനെക്കുറിച്ച് അവരൊന്നും ചോദിക്കാൻ നിന്നില്ല. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമൊക്കെ മാറി ഉറക്കമൊക്കെ ഉണർന്ന് എബി മുഖമൊക്കെ കഴുകിയതിന് ശേഷം പുറത്തേക്കിറങ്ങി വന്നു. അപ്പോൾ കാണുന്നത് ലതാമ്മയും ശ്രുതിയും ആമിയും ഒക്കെ കൂടിയിരുന്ന് വട്ടം വളഞ്ഞിരുന്ന് വർത്താനം പറയുന്നതാണ്. ആഹാ, താൻ കിടന്നില്ലേ? ആമിയോടാണ് എബി ചോദിച്ചത്. ഇല്ല, സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അതിന് അവനൊന്ന് കടുപ്പിച്ച് മൂളി. താൻ എനിക്ക് ഈ വീടും പരിസരമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. സോ കം. എബി ധൃതി കൂട്ടി. അങ്ങനെ പറഞ്ഞ് 2 പേരും കൂടി പുറത്തേക്കിറങ്ങി. ഋഷി അപ്പോഴും നല്ല രീതിയിൽ ഉറക്കമാണ്. എബി അവനെ വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കാതെ ആമിയുടെ കൂടെ പുറത്തേക്കിറങ്ങി. അവൾ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളും പവൻ്റെ വീടുമെല്ലാം അവന് നടന്ന് കാണിച്ചു കൊടുത്തു. ആമിക്ക് പീരീഡ്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്പലത്തിലേക്കൊന്നും കൊണ്ടുപോയില്ല. വീടിൻ്റെ പിന്നിലുള്ള പറമ്പും അതിനോട് ചേർന്നുള്ള കുളവും ഒക്കെ അവൾ അവന് കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലായിടവും കാണിച്ചു കൊടുത്ത് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമാണ് 2 പേരും തിരികെ വന്നത്. ഇതെന്താ വീടിൻ്റെ മുന്നിൽ ലൈറ്റ് ഇടാതിരിക്കുന്നത്? 2 പേരും വീട്ടിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് ആകെ ഇരുട്ട് പിടിച്ചിരിക്കുന്ന വീടാണ്. ഇരുട്ടായിട്ടും വീടിന് മുന്നിലെ ലൈറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ വീടാകെ ഇരുട്ട് മൂടിയിരിക്കുകയാണ്. സംശയത്തോടെ ആമി ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കോളിംഗ് ബെല്ലടിച്ചു. അകത്തുനിന്ന് എന്തൊക്കെയോ തട്ടലും മുട്ടലും ഒക്കെ ആമി കേട്ടിരുന്നു. വലിയൊരു ശബ്ദത്തോടെയാണ് വാതിൽ അവളുടെ മുന്നിൽ തുറന്നത്. ഞെട്ടലോടെ ആമി ഒന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി. പക്ഷേ വീഴാതെ സൂക്ഷിക്കാൻ അവളുടെ പിന്നിൽ തന്നെ എബി ഉണ്ടായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.